ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഉമ്മയല്ല വന്നിരിക്കുന്നത്, ഞാനാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു സ്ഥലം വരെ പോയിട്ടുണ്ടായിരുന്നു, ഉമ്മൻ്റെ ആങ്ങളൻ്റെ വൈഫിൻ്റെ വീട്ടിൽ. അപ്പം അവിടെ പോയ സമയത്ത് അമ്മായി ഞങ്ങൾക്ക് കുറേ പാഷൻ ഫ്രൂട്ട് തന്നു. കുറേ എന്ന് പറഞ്ഞാൽ ഒരു 3-4 എണ്ണം തന്നു. അവിടെ കുറേ എണ്ണം ഉണ്ടായിരുന്നു, പക്ഷേ കുരുന്നായിരുന്നു. അപ്പോൾ മൂത്തതും പഴുത്തതൊക്കെ ആയിട്ട് ഞങ്ങൾക്കൊരു 4-5 പാഷൻ ഫ്രൂട്ട് തന്നു. അപ്പോൾ അതിവിടെ കൊണ്ടുവന്ന് എന്താ ചെയ്യാമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ശരി ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. അപ്പോൾ സ്ക്വാഷ് പോലെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാണ്. അപ്പോൾ നമ്മളിപ്പോൾ സ്ക്വാഷിന് വേണ്ടി എടുത്തിരിക്കുന്നത് പൾപ്പാണ് അത് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇതേപോലെ ഒരു കപ്പിൽ ആവശ്യത്തിന് പഞ്ചസാരയും കൂടി എടുക്കുക. ഇത് ഞാൻ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. ഷുഗർ പേഷ്യൻസ് ഒക്കെ ഇവിടെ ഉള്ളത് കാരണം ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. പക്ഷെ നമ്മൾ അതിൻ്റെ അകത്തോട്ട് ഇടുന്നത് കുറച്ച് ഏലക്കായാണ്. ഏലക്കായ് പൊടിച്ചതാണ്. ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചതച്ച് വെച്ചിട്ടേ ഉള്ളൂ. ഇതും കൂടെ നമ്മൾ ചേർത്തിട്ടാണ് സ്ക്വാഷ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് സ്ക്വാഷ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചതിന് ശേഷം നമ്മൾ ഇതാ ഒരു കപ്പ് വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മളിത് എടുത്ത് വെച്ച് നമ്മൾ പഞ്ചസാര നമ്മൾ ആഡ് ചെയ്യണം കേട്ടോ. ഷുഗർ സിറപ്പ് ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഷുഗറൊക്കെ ഉള്ള ആളുകൾക്ക് നല്ലതാണ് പാഷൻ ഫ്രൂട്ട് എന്ന് പറയുന്നു. പക്ഷേ ഇത് ഞാൻ കുറച്ച് പഞ്ചസാര യൂസ് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് ഷുഗർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഷുഗറൊക്കെ കുറച്ചിട്ടാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്, എല്ലാവർക്കും കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഏലക്കായ എടുത്ത് വെച്ചിട്ടില്ല, ഞാനതൊരു 3 ഏലക്കായ ഇടുന്നുണ്ട്. കാരണം നമ്മൾ ഇത് ഇനി നേർപ്പിച്ചിട്ടാണല്ലോ നമ്മൾ കുടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 3 ഏലക്കായ എടുത്തിട്ടുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇത് കുറച്ച് കുറുക്കി എടുക്കുമ്പോഴാണ് ഇതിൻ്റെ സ്ക്വാഷ് പരുവത്തിൽ വരുന്നത്. നമ്മൾ ചെറിയ രീതിയിലൊന്ന് കുറുക്കി എടുക്കുക കേട്ടോ. ഞാൻ ചെറുതായിട്ടൊന്ന് കുറുക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് നമ്മൾ പാഷൻ ഫ്രൂട്ടിൻ്റെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൾപ്പ് ഒഴിച്ചു കൊടുക്കുകയാണേ. നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ കുരു ഇങ്ങനെ തന്നെ കിടക്കുന്നതാണ് എനിക്കിഷ്ടം, ഇങ്ങനെ കടിക്കുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ എടുത്തേക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ജ്യൂസ് അടിച്ചിട്ട് ഇതിൻ്റെ കുരു വേണമെങ്കിൽ അരിച്ച് കളഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിലും സ്ക്വാഷ് ഉണ്ടാക്കാം. ജ്യൂസും ഒക്കെ അങ്ങനെ അടിച്ച് നമുക്ക് കുടിക്കാം. പക്ഷേ ഇതിൻ്റെ കുരു ഇങ്ങനെ കടിക്കുമ്പോൾ പ്രത്യേക ഒരു ഫീലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതും ഒന്ന് ജസ്റ്റ് ഒന്ന് കുറുകി വരുന്നവരെ നമുക്കൊന്ന് നന്നായിട്ട് ഇതിങ്ങനെ തിളച്ച് വരുന്നുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ഒരു കിടലോസ്കി മണം വരുന്നുണ്ട്. ഏലക്കായി അതേപോലെ തന്നെ പാഷൻ ഫ്രൂട്ടിൻ്റെയൊക്കെ. പാഷൻ ഫ്രൂട്ടിന് ഓൾറെഡി നല്ലൊരു മണമാണ്. ഏലക്കായും കൂടി ഇടുമ്പോൾ ഒരു അടിപൊളി സ്മെല്ലാണ് വരുന്നത്. സ്ക്വാഷ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതായത് നമ്മുടെ മിക്സ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഈ പാത്രത്തിലിരുന്ന് ഇത് തണഞ്ഞതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിലോട്ട് മാറ്റുകയാണ് ചെയ്യുക. ഫ്രിഡ്ജിൽ കുറച്ച് സമയം ഇരുന്നതിന് ശേഷം നമ്മളിതെടുത്ത് സ്ക്വാഷായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ പൾപ്പ് ഈ രീതിയിലായിട്ടുണ്ട്. കുറച്ച് നല്ല എന്താ പറയുക, ഒരു വാട്ടർ കണ്ടൻറ്റ് കുറച്ച് നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. കുറച്ചൊരു എന്താ പറയുക, ഒരു കുഴഞ്ഞ പരുവത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കിനി ഫ്രിഡ്ജിലോട്ട് കയറ്റാം. ഓക്കെ, എന്നിട്ട് ഫ്രിഡ്ജിൽ നമുക്ക് എത്ര തണുപ്പ് വേണോ അതിനനുസരിച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിക്കാവുന്നതാണ്. അപ്പം ഞാനെന്തായാലും ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് വെക്കാൻ വേണ്ടി ഫ്രിഡ്ജൊക്കെ വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ചെറിയ സാധനങ്ങളുടെ അതൊക്കെ മാറ്റിയിട്ട്. അപ്പോൾ നമ്മൾ സ്ക്വാഷ് നല്ല തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഈ ഗ്ലാസ്സിലോട്ട് നമ്മൾ കുറച്ചിങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണേ. ഇത്രയും മതി. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലോട്ട് നമ്മൾ തണുപ്പിച്ച് വെച്ച വെള്ളമാണ് നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ അത്യാവശ്യത്തിന് മധുരമൊക്കെ ഇട്ടുകൊണ്ട് എന്താ പറയുക, നമ്മളിത് കുടിക്കുന്ന സമയത്തും അത്യാവശ്യം മധുരം ഉണ്ടായിരിക്കും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിന്
കസ്കസ് ഒക്കെ ഉപയോഗിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇവിടെ ഇപ്പോൾ തൽക്കാലം കസ്കസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് കുടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ള ആർക്കെങ്കിലും കൊടുത്തിട്ട് നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്യാം. സിന സിന ഏതൊന്ന് കുടിച്ചു നോക്കി, എങ്ങനെയുണ്ടെന്ന് പറയണേ. സംഗതി ആദ്യമായിട്ടാണെങ്കിലും നന്നായിട്ടുണ്ട്. ചെറിയൊരു പുളിപ്പുണ്ട്, ഇത്തിരി മധുരത്തിന് കുറവുണ്ട്. മധുരം ഇട്ട് പരിഹരിക്കുന്നു കരുതുന്നു. മധുരം ഇടാൻ പറ്റൂല, മധുരം ഇച്ചിരി മധുരം കുറവുണ്ട്. എന്നിട്ട് ഒരു രസമുണ്ട്. ആദ്യമായിട്ട് ഉണ്ടാക്കിയത് സ്ക്വാഷ് അല്ലേ അല്ലേ? അടിപൊളിയാണ്, അടിപൊളിയാണ്. താങ്ക് യു. അപ്പോൾ നമ്മൾ സ്ക്വാഷ് വളരെ സക്സസ്ഫുൾ ആയിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. ഞാൻ ഇതൊന്ന് ഫുള്ളാക്കട്ടെ.